നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മാച്ച് വീക്ക് 4 ഇന്നലെ തീപ്പൊരി പോരാട്ടങ്ങളാണ് നടന്നത്. ഇന്നും വമ്പന്മാർ കളിക്കാൻ ഇറങ്ങുന്നുണ്ട്. സിറ്റിക്ക് ഡോട്ട്മുണ്ടുമായിട്ടാണ് കളി. അതൊരു തീപ്പൊരി പോരാട്ടമായിരിക്കും. പിന്നെ ബാഴ്സക്ക് കളിയുണ്ട്, ന്യൂകാസിൽ യുണൈറ്റഡ് ഇറങ്ങുന്നുണ്ട്, ലെവർക്യൂസിന് കളിയുണ്ട്, ഇൻ്റർ മിലാന് മത്സരമുണ്ട്. അങ്ങനെ ഇന്നും വമ്പന്മാർ ഇറങ്ങുന്ന ദിവസമാണ്. ഇന്നത്തെ മത്സരങ്ങളുടെ സമയക്രമം നോക്കാം. രാത്രി ഇന്ത്യൻ സമയം 11:15 ലോക ചാമ്പ്യന്മാർ ഇറങ്ങുന്നത്. ലോക ചാമ്പ്യന്മാരായ ചെൽസിക്ക് പക്ഷേ എതിരാളികൾ കറാബാഗ് FK ആണ്. വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെൽസി വിജയിച്ച് കയറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യൻ സമയം രാത്രി 11:15 ഇതേ കളിക്കൊപ്പം തന്നെ പെഫോസും VRL തമ്മിൽ ഏറ്റുമുട്ടുന്നുണ്ട്. രാത്രി 1:30 നമ്മൾ അപ്പറഞ്ഞ തീപ്പൊരിക്കളി. മാഞ്ചസ്റ്റർ സിറ്റിയും ബൊറൂസിയ ഡോട്ട്മുണ്ടും തമ്മിൽ ഏറ്റുമുട്ടുന്നു. കളി സിറ്റിയുടെ മൈതാനത്താണ്. അവർ ആധിപത്യം പുലർത്തി വിജയിച്ച് കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത്. അതേ സമയത്താണ് ന്യൂകാസിൽ യുണൈറ്റഡ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ കളിക്കുന്നത്. അപ്പോൾ അയാക്സ് ഗാലറ്റസറായുമായിട്ട് ഏറ്റുമുട്ടുന്നുമുണ്ട്. കൂടാതെ ബാഴ്സയുടെ മത്സരം. ബാഴ്സയ്ക്ക് ദേവേ മത്സരമാണ്. ക്ലബ് ബ്രൂഗയാണ് എതിരാളികൾ. നിലവിലെ ഫോമൊക്കെ വെച്ച് ബാഴ്സ അനായാസം ജയിച്ച് കയറുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകരിക്കുന്നു. അതേ സമയത്ത് തന്നെയാണ് ബെൻഫിക്ക ബയർ ലെവർക്യൂസനുമായിട്ട് കളിക്കുന്നത്. ഇൻ്റർ കളി താരതമ്യേന ദുർബലരായിട്ടുള്ള കൈറാത്തിനോടാണ്. മാഴ്സയുടെ മത്സരമുണ്ട്. ആറ്റലാൻ്റയാണ് എതിരാളികൾ. അതൊരു തീപ്പൊരി പോരാട്ടമാവുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു. അപ്പോൾ ഇത്രയും കളികളാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 1:30 ഒരുമിച്ച് നടക്കുന്നത്. ഏതായാലും ഇന്നലത്തെ പോലെ തന്നെ മാസ്മരിക ഫുട്ബോളിൻ്റെ മായാജാലങ്ങൾ കാണാൻ കഴിയട്ടെ. നിലവിൽ 4 കളികൾ 4 ജയിച്ച് 12 പോയിൻ്റോടെ ബയേൺ ഒന്നാമത് നിൽക്കുന്നു. ആഴ്സണലും 4 കളികൾ 4 ജയിച്ച് 12 പോയിൻ്റ് ഉണ്ട്. ഇനി പെർഫെക്റ്റ് സ്റ്റാർട്ട് നേടിയിട്ടുണ്ടായിരുന്ന ടീമുകളിൽ അതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളത് ഇൻ്റർ മിലാൻ മാത്രമാണ്. 3 കളി 9 പോയിൻ്റ്. ഇന്ന് അവരത് തുടരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.